കഴിഞ്ഞ 40ഓളം ദിവസമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. കേരളത്തിലെ ആശാവർക്കർമാരും കേരളത്തിലെ അംഗൻവാടി ജീവനക്കാരും എല്ലാം അനുഭവിക്കുന്ന വിഷയം പൊതുസമൂഹം വാസ്തവത്തിൽ ഇപ്പോഴാണ് പുറത്തറിയുന്നത്. ഇതെല്ലാം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെല്ലാം നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി വാസ്തവത്തിൽ ഈ CPM പോലെയുള്ള പാർട്ടികൾക്ക് ജീവിതാനുഭവം ഇല്ലാത്തവരെ പിടിച്ച് ആരോഗ്യമന്ത്രിയൊക്കെ ആക്കുന്നത് വളരെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് തന്നെ തെറ്റാണ്. ഇവരെ പോലെ 3 ലക്ഷം രൂപയുടെ ബാഗും 7 ലക്ഷം രൂപയുടെ വാച്ചും അങ്ങനെ സ്വർണ്ണക്കരണ്ടിയുമായിട്ടൊക്കെ ജനിച്ച ഇവർ ഒരു പേയ്മെന്റ് സീറ്റ് നടത്തി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രിസ്ത്യൻ സഭാ വിഭാഗം ഇവരുമായി ഒരു ചർച്ച നടത്തി, ഞങ്ങളുടെ ആളിന് ഞങ്ങളുടെ ഇന്ന കോടീശ്വരനായ ഇന്ന കുടുംബത്തിൽ ഇന്ന വ്യക്തിക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് സീറ്റ് കൊടുത്ത് ഇവരെ ജയിപ്പിച്ച് ഇവരെയൊക്കെ ഒരു MLA യിൽ കവിഞ്ഞ് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇവർക്കൊന്നും ഒരു സ്ത്രീ എന്ന പരിഗണന, ഒരു അമ്മ എന്ന പരിഗണന പോലും കൊടുക്കാൻ കഴിയില്ല. ഇവര് വാസ്തവത്തിൽ ഈ ആശാവർക്കർമാരായ അമ്മമാരെയൊക്കെ ഇവർ പുച്ഛിക്കുകയാണ് വാസ്തവത്തിൽ. ജമീഷെ, കഴിഞ്ഞ ദിവസം ഇവർ ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ്. ഇവർ ഡൽഹിയിലേക്ക് യാത്ര പോകുമ്പോൾ ഇവർ എയർപോർട്ടിൽ ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവരെ വളയുന്നു. അപ്പോ ഇവർ പറയാണ്, ഞാൻ പോകുന്നതിന്റെ ഒരേ ഒരു ലക്ഷ്യം, എനിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണം. തലേ ദിവസം പേരിന് ഒരു ഇമെയിൽ മാത്രം അയച്ചിട്ട് പിറ്റേ ദിവസം ഇവരവിടെ ചെല്ലുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി എയർപോർട്ടിൽ ഇവരെ വന്ന് സ്വീകരിക്കണമായിരുന്നു. അവിടെ ആരോഗ്യമന്ത്രിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ രാജ്യസഭാ നേതാവല്ലേ. എന്നിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞേ, ഉരുണ്ട് കളിക്കുകയല്ലേ അവര്. എന്നിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ പഴി പറഞ്ഞില്ലേ. ഒരു മുൻ മാധ്യമപ്രവർത്തക കൂടെ ആയ മാധ്യമപ്രവർത്തകർ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇവര് വാസ്തവത്തിൽ ഇവരുടെ ഈ ഒരു പാർട്ടിയുടെ തീരുമാനമാണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും, അല്ലെങ്കിൽ ഒരു അമ്മമാരാണെന്ന പരിഗണന പോലും ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാതെ ഇത്രയും ദിവസമായിട്ട് ഈ വീണ ജോർജ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവർ നിയമസഭയ്ക്കകത്ത് പച്ചക്കള്ളങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ കൃത്യമായ കണക്കും കാര്യങ്ങളും എല്ലാം ജമീഷെ കേന്ദ്ര സർക്കാർ ദിവസങ്ങളായി കൊടുത്തിട്ടുണ്ട്. അത് പാർലമെന്റിനകത്ത് നമുക്കറിയാലോ, പാർലമെന്റിനകത്ത് ഇവിടെ കേരള നിയമസഭയ്ക്കകത്ത് പറയുന്നല്ലോ തോന്നിയതുപോലെ പറയാൻ പറ്റില്ല, അത് അവകാശ ലംഘനമാകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ കൃത്യമായി ആരോഗ്യമന്ത്രിയും മറ്റു ആരോഗ്യ സഹമന്ത്രിയും ഒക്കെ കൃത്യമായി ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള MP-മാർക്ക് അല്ലെങ്കിൽ മറ്റ് MP-മാരെല്ലാം ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന് ഇവരെ ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ചില പരിമിതികളുണ്ട്. അത് കാരണം ഇത് ഈ കേരളം മാത്രമല്ല കേന്ദ്രത്തിന്റെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ജമീഷ, ഈ സമരം എങ്ങനെയാ തുടങ്ങുന്നത്? കേന്ദ്രം കൊടുത്ത ഇൻസെന്റീവ് പോലും കൊടുക്കാതെ 4 മാസത്തോളം ഇവരുടെ ശമ്പളം പിടിച്ചു വെച്ചതിന്റെ അനന്തര ഫലമായിട്ടല്ലേ ഈ സമരം തുടങ്ങുന്നത്. ഈ സമരം ഒറ്റയടിക്ക് പുറപ്പെട്ടതാണോ? എന്നിട്ട് ഈ സമരം മുറുകുന്നു എന്ന് കണ്ടപ്പോഴല്ലേ ഈ സർക്കാർ ആ 4 മാസത്തെ കേന്ദ്രം കൊടുത്ത ഇൻസെന്റീവ് അടക്കം ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 മാസത്തെ പണം ഇവര് വെച്ച് മറ്റും വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? കേന്ദ്രം കൊടുത്തിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞില്ലേ? ഒറ്റയടിക്ക് 4 മാസത്തെ ഇൻസെന്റീവ് അടക്കം ഇവര് കയ്യിൽ നിന്ന് കടമെടുത്താണ് കൊടുത്തത്. കേന്ദ്രം ആ സമയത്ത് ഇവിടെ NHMന് 120.42 കോടി രൂപ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന സമയത്താണ് ഈ സമരം ഇവിടെ തുടങ്ങുന്നത്. ഈ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊരു കാര്യം മനസ്സിലായി, കൃത്യമായിട്ട് ഇതിന്റെ കണക്ക് കേന്ദ്രം പറയുമെന്ന് തോന്നിയപ്പോ ഈ പിടിച്ചു വെച്ച് വകമാറ്റി ചെലവഴിക്കാൻ വെച്ചിരുന്ന ഈ തുക ഇവരിവിടെ കൊടുത്തു. നമുക്ക് എത്ര വലിയൊരു അഴിമതിയാണ്. ഇവിടെ നമുക്കറിയാം PSC അംഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ PSC അംഗങ്ങൾ വേണ്ട ഒരു സംസ്ഥാനം വാസ്തവത്തിൽ ഇന്ത്യയിൽ ഉത്തർപ്രദേശാണ്. ഇവിടത്തേക്കാൾ 4-5 ഇരട്ടി സർക്കാർ ജീവനക്കാരുള്ള ഒരു സംസ്ഥാനത്ത് 7 PSC മെമ്പർമാരും 1 PSC ചെയർമാനുമാണ്. അവിടുത്തെ ശമ്പളം നമുക്ക് 1 ലക്ഷവും അതിൽ താഴെയ PSC അംഗങ്ങളുടെ. ഇവിടെ അതിനേക്കാൾ 3-1 4-1 മാത്രം സർക്കാർ ജീവനക്കാരുള്ള ഒരു സംസ്ഥാനത്ത് 21 PSC അംഗങ്ങൾ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തുക, എന്നിട്ട് അവരിൽ നിന്ന് ലെവി വാങ്ങുക. അതിന് പുറമെ 1 PSC ചെയർമാൻ. ഇവരുടെയൊക്കെ ശമ്പളം എത്ര? ഇവരെന്താ അവിടെ ചെയ്യുന്നത്? ഇവർ മലമറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ കാറിൽ അങ്ങ് 21 പേർക്കും കാറ് വേണം. ചിന്തിക്കണം, കേരളീയ സമൂഹം ഇതൊക്കെ ചിന്തിക്കണ്ടേ. 21 PSC അംഗങ്ങൾ കാറ് വേണം, 21 PSC അംഗങ്ങൾക്ക് അതിൽ ബോർഡ് വെക്കണം, പിന്നെ ചെയർമാന് കാറ് വേണം, ബോർഡ് വെക്കണം, 21 + 22 പേർക്ക് AC റൂം ഉണ്ടാക്കണം. എന്തൊരു അഴിമതിയായി സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നിട്ട് 4 ലക്ഷം രൂപ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 2.80 കിട്ടുന്ന ജമീഷെ. ഇത് ആരോടാ ഇവരീ പറയുന്നത്? ഈ സർക്കാർ ഈ അഴിമതി ചെയ്തോട്ടെ, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, അഴിമതി നടത്തിക്കോട്ടെ, പക്ഷെ മുച്ചൂട് മുടിക്കരുത്. ഞാൻ പണ്ടത്തെ ആളുകൾ പറയും, എടാ നീ ഊറ്റിക്കോ, പക്ഷെ എന്നെ കൊല്ലരുത് എന്ന് പറയും. അതുപോലെ ഈ സർക്കാർ അഴിമതി കഴിഞ്ഞ 5 വർഷം ഒരു അഴിമതി നടത്തി. വീണ്ടും ഇവർക്ക് ഈ കുറച്ച് അരി കിട്ടിയപ്പോ, അല്ലെങ്കിൽ പാവം പിടിച്ച ആളുകൾക്ക് അവസാനം കുറച്ച് കിറ്റ് കിട്ടിയപ്പോ ഇവർ വീണ്ടും ഇവർക്ക് അവസരം കൊടുത്തു. ഈ സർക്കാർ ഞാൻ പറഞ്ഞ രാജിവെച്ച് പോകണം, അടിയറവ് പറഞ്ഞു പോകണം. കാരണം ഇവരെ കൊണ്ട് നടക്കത്തില്ല. ഇവര് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സർക്കാരാണ്. വ്യക്തമായ അഴിമതി
മാതിരി നമ്മൾ ഓരോന്ന് എടുത്ത് സംസാരിക്കണം. അംഗനവാടി ടീച്ചർമാരുടെ അവസ്ഥ ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം. അംഗനവാടി ടീച്ചർമാരുടെ അവസ്ഥ നേരിട്ടറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. അംഗനവാടി ടീച്ചർമാർക്ക് ഒരു മൊബൈൽ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഈ മൊബൈലിൽ ഇവർക്ക് രാപ്പകൽ ജോലി സംസ്ഥാന സർക്കാർ, കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ അല്ലാതെ സംസ്ഥാന സർക്കാർ കൊടുക്കുക. എന്നിട്ട് ഈ പാവം പിടിച്ച അംഗനവാടി ടീച്ചർമാർ അടുത്തുള്ള വീട്ടിലെ യുവാക്കളായ അല്ലെങ്കിൽ യുവതികളായ ആളുകളുടെയൊക്കെ സഹായം തേടുക. ഈ പാവങ്ങൾ 62, 61 വയസ്സായവർക്കൊക്കെ ഇതിന് ടെക്നോളജി ഒന്നും അറിയില്ല. മാത്രമല്ല ഇതിലൂടെ അല്ലാതെ ഒരു കാര്യവും ചെയ്താൽ ശമ്പളം പോലും കയറില്ല എന്ന് കർശന നിയമം. അത് കേരള ആരോഗ്യമന്ത്രി അടക്കം ഇവിടുത്തെ ശിശുക്ഷേമ വകുപ്പടക്കം ഇവരെ ഭയപ്പെടുത്തി. ഈ പാവങ്ങൾക്ക് ഒരു ദിവസം ലീവ് എടുത്താൽ ഇനി എന്തെങ്കിലും വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചാൽ പോലും അവരുടെ ശമ്പളം കട്ട് ചെയ്യുന്ന നിലവാരത്തിലേക്ക് വളരെ വളരെ അവരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക അംഗനവാടി ജീവനക്കാരെ. ഈ അംഗനവാടി ജീവനക്കാരായിരുന്നു ഒരു കാലത്ത് ആശാവർക്കർമാർ വരുന്നതിന് മുമ്പ് മുഴുവൻ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ആശാവർക്കർമാരെ പരിഗണിക്കുന്നതിനേക്കാൾ ഉപരി അംഗൻവാടി ജീവനക്കാരെ ഇവിടെ പരിഗണിക്കേണ്ട. കൊച്ചുകുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന കൊച്ചുകുട്ടികളെ 2-3 വയസ്സ് മുതൽ നോക്കി 5 വയസ്സ് വരെ നോക്കുന്ന ഈ അംഗൻവാടി ജീവനക്കാരെയും ഈ കേരള സർക്കാർ പറ്റിക്കല്ലേ? കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് ഡയറക്റ്റ് ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് അത് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞാലും കേരളത്തിന്റെ പണം വരുന്നില്ല. നിങ്ങൾക്കറിയുമോ, ആദ്യം കേന്ദ്രത്തിന്റെ പണം അംഗനവാടി ജീവനക്കാരുടെ മൊബൈലിൽ കയറും, എന്നിട്ട് ദിവസങ്ങൾ നോക്കിയിരിക്കും. എന്തിനാണെന്ന് അറിയുമോ? കേരളത്തിന്റെ പണം വരാൻ. അത് വന്നാലായി, വന്നില്ലെങ്കിലായി എന്ന അവസ്ഥയാ. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് കേന്ദ്രം ആദ്യം ഇവരുടെ കയ്യിലാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഡയറക്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ അഴിമതി, ഈ കേരള സർക്കാരിന്റെ അഴിമതി തുറന്നു കാണിക്കണം ജമീഷ. അതിനുവേണ്ടി ഈ സമൂഹം മുഴുവൻ ഇറങ്ങിത്തിരിക്കണം എന്നാണ് എനിക്ക് ആദ്യ അവസരത്തിൽ പറയാനുള്ളത്.